ഹായ് ഹലോ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂരുമല യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി പോയിട്ട്, കുറേ നാളായി. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളിവിടെ എത്തിയിരിക്കാണ്. വന്നിട്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ദേ അവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷെ അവിടെയാണ് ഒരു ചെമ്പകമരമുണ്ട്. പക്ഷെ അതിലിപ്പോൾ പൂവില്ല. ഇതിലെയാണ് പോകുന്നത്. ഇതിലേയും പോകുമ്പോൾ നമുക്ക് അതിലേയും കയറി വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടേക്ക് ഇരുന്ന് കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൽവിളക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ, നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാനായിട്ട്. ഇവിടെ വരുന്നവർ അധികവും ചെയ്യുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, നോട്ടീസ് ചെയ്തത്, നമ്മൾ കഴിച്ച സ്നാക്സിൻ്റെയൊക്കെ കവറുകളും അതുപോലെ വെള്ളം കുടിച്ചിട്ട് കുപ്പികളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ എന്താ പറയുന്നത്, ഗവൺമെൻറ്റും അതുപോലെ പല ആളുകളൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് നമുക്ക് കാണാനും നമുക്ക് ആസ്വദിക്കാനും ഒക്കെ വന്നിരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നശിപ്പിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്നവരാണെങ്കിൽ പോലും അവരതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ അതൊക്കെ എന്താ പറയുന്നത്, വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരും അതൊന്നും യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു വിലയിരുത്തലുണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചല്ലേ. ഇപ്പോൾ നമ്മളായിട്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും, ഒട്ടുമിക്ക ഭാഗത്തും വേസ്റ്റ് ബിന്നുകൾ അവർ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതൊന്നും യൂസ് ചെയ്യാത്തൊരവസ്ഥയാണ്. കണ്ടോ. ഇപ്പോൾ നമ്മുടെ കൂരുമലയുടെ ഒരു മെയിൻ സ്പോട്ട് ഇതാണ്. നമ്മുടെ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ നമുക്കൊക്കെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എപ്പോൾ നല്ലത് നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത്, പുറമെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം നമ്മൾ ബാഗും ഹെൽമെറ്റും ഒക്കെ ഇവിടെ വെച്ചിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് താഴ്ചയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്നും സൺറൈസ് കാണാൻ പറ്റും. പിന്നെ മുകളിലും കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാലാണ് നമുക്ക് കൂടുതൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു വ്യൂ ഒക്കെ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്.
ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ആ ഒരു ഇത് ആസ്വദിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ കഴിയുന്നവർ പറ്റുന്നവർ ഇവിടെ വരിക. ഇത് എറണാകുളത്താണ് കേട്ടോ, പിറവത്താണ്. പിറവം കൂരുമല എന്നാണ് സ്പോട്ടിൻ്റെ പേര്. അപ്പോൾ കൂരുമല നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കിത് കുറേ നാൾ കൂടി വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയോ വീഡിയോ ഇൻട്രോ ഒക്കെ എടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നേച്ചറൊക്കെ അങ്ങ് മാറും കേട്ടോ. നമ്മളിനി എത്ര ടെൻഷനിലൊക്കെ ആണെന്ന്, നമ്മുടെ മനസ്സിൽ കുറേ വിഷമങ്ങളോ ടെൻഷനോ എന്തുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക വൈബിലേക്ക് മാറുന്നതാണ് സത്യം പറഞ്ഞത്. ഞാനത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, പിന്നെ അത് വീഡിയോ ആയിപ്പോയെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലൈമറ്റൊന്നും ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടൊരു 9 മണി വരെയൊക്കെ ഞങ്ങളിവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു വ്യൂസൊക്കെ ഇവിടെയാണ് ഞാൻ കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. എൻ്റെ പഴയ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഈ പോസ്റ്റിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചാനൽ എന്താ പറയുന്നത് റിമൂവ് ആയി പോയി. അപ്പോൾ ഞാനതിൽ വെച്ച് കുറേ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കുന്നു. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചിട്ട് ഈ ഒരു സ്ഥലം നശിപ്പിച്ചിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ എത്ര ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ ഇതൊക്കെ നമ്മളൊരു എന്താ പറയുന്നൊരു ഫോട്ടോ കാണുന്ന പോലെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരിൽ നമുക്ക് കാണാൻ പറ്റുക പറഞ്ഞാൽ ആ ഒരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യൂ. അപ്പം അത് മാത്രമല്ല ചെറിയൊരു റിക്വസ്റ്റാണ്, ഇവിടെ വരുന്നവർ നമ്മൾ കഴിച്ചതിൻ്റെയൊക്കെ ബാലൻസോ അല്ലെങ്കിൽ അതാത് ഇടാനായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്ന വേസ്റ്റ് ബിന്നിൽ ഇടാൻ ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒന്നിൽ കൂടുതൽ വേസ്റ്റ് ബിന്നുകളുണ്ട്, പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്, കുപ്പികൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ്. ദയവ് ചെയ്ത് വരുന്നവർ അതൊന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു വീടുണ്ട്. 2-3 പട്ടിക്കുട്ടികളും ആടും ഒക്കെ ഉള്ള. പക്ഷേ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോയില്ല. കുറച്ച് മഴയൊക്കെ പെയ്ത് ചെറുതായിട്ടൊന്ന് തെറ്റിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് സൺറൈസ് കാണാനാണ് കൂടുതലും ഭംഗി. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അവിടെ മണ്ണെടുത്ത പോലെ കിടക്കുന്നില്ല. അവിടെ എനിക്കൊന്ന് മൈനിങ് ചെയ്യുന്നതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ വന്നതിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതേ കണ്ടോ ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച പോലെയാണ് കേട്ടോ. അതേ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ഒരു ഫോട്ടോ എൻ്റെ പഴയ ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുകളിൽ പോകാനുള്ള വഴിയാണ് കേട്ടോ. അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കുത്തിക്കേറ്റിട്ടുണ്ട്. ദയവേത് ക്ഷമിക്കുക, നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകരുത്. പിന്നെ ഇതൊക്കെ എന്താ പറയുന്നത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിവരിക്കുന്നില്ല. കണ്ടോ ഇതാണ് ഇവിടുത്തെ കാഴ്ച. നമ്മുടെ എല്ലാ ടെൻഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങളിനി എന്തൊക്കെ വർക്ക് ലോഡ്, അതുപോലെ ടെൻഷൻ, ബാധ്യത, കടബാധ്യത, എന്ത് കാര്യങ്ങളോ എന്ത് ടെൻഷനോ സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾ ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകുന്നതാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സേഫാണ്, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ കുപ്പി, അതായത് പൊട്ടുന്ന കുപ്പി പൊട്ടിച്ച് അവിടെ ഇട്ടേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക, മദ്യപിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയാലും നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. കണ്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അധികം അങ്ങനെ
ടൂറിസ്റ്റുകൾ വരാത്തൊരു ഏരിയ ആണ് കേട്ടോ. അധികം അങ്ങനെ ആൾക്കാർക്ക് അറിയില്ല. കാരണം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് റോഡ്. ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്ത് ദൂരമുണ്ട്. ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി കാണും. 4-5 അല്ല, ഒരു 6 മാസത്തിൽ കൂടുതൽ എന്തായാലും അല്ലേ. വഴിയൊക്കെ കണ്ടോ, പാറക്കെട്ട് പോലത്തെ വഴികളാണ് ഇവിടെയൊക്കെ. വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പോകാൻ പറ്റണം. അതെന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വിളിച്ചു. ഇത് കണ്ടോ സ്നാക്സ്. ഇതേ നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണ് കേട്ടോ. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഒരു പയറിൻ്റെ ചെടി പോലത്തെ ഒരു വള്ളിച്ചെടിയാണ്. ഇത് ഈ പൂവാണ് കേട്ടോ പൂത്തിക്കുന്നത്. പണ്ട് ഞങ്ങൾ എല്ലാം എന്നൊക്കെ പറയുമായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പോൾ അത് ഇവിടെ കുറേ പൂത്തിപ്പുണ്ട്. പക്ഷേ സൂര്യപ്രകാശം എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ കാണിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കൽവിളക്ക്. ഇതാണ് ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞില്ലേ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടെന്ന്. അതിതാണ് കേട്ടോ. ഇവിടേക്ക് വന്നിട്ട് ഫോണിൽ പാട്ടൊക്കെ ഓൺ ചെയ്തിട്ട് കുറേ നേരം ഇവിടെ ഇരിക്കും. ഇവിടെ ഒരു വലിയൊരു മരച്ചീനി അധികം വളരില്ലല്ലോ, പക്ഷേ അതൊരു മരമായിട്ട് ഞാനിവിടെ കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. അതെ, ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ടേ ഞാൻ ഇങ്ങനെ തൂങ്ങി ആടുമായിരുന്നു, ഊഞ്ഞാലാടുന്ന പോലെ. ഇത് കണ്ടോ, അത് ഏത് മരച്ചീനിയാണ്. ഇല കാണുമ്പോൾ അറിയാം. കണ്ടോ അതിൻ്റെ തടി കണ്ടു, ഇത്രയും വലിയ തടിയാണ്. ഏകദേശം ഒരു നമ്മുടെ അടയ്ക്കാമരത്തിനേക്കാളും വണ്ണം വെച്ചു ആ മരച്ചീനി. കപ്പ കണ്ടോ, നോക്ക് എവിടുന്ന് ഇതുണ്ടോ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കമ്പുകൾ മരച്ചീനിയുടെ. ഇതേ കണ്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ചെമ്പകത്തിൽ പൂക്കളില്ല, അതുകൊണ്ട് വെള്ളച്ചെമ്പകം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പൂക്കളില്ല. ദേ അവിടെയാണ് ആ മരം, അതിൽ പൂക്കളില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് മനസ്സില്ല. അപ്പം നമുക്ക് പോവാം. തിരിച്ച് പോവാണ് കേട്ടോ നമ്മൾ. ഇവിടുത്തെ വഴി കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വഴി കുറച്ച് ദുർഘടമാണ്. അപ്പം അതുകൊണ്ട്
തിരിച്ചു പോകുന്നതിന് നല്ല സങ്കടമുണ്ട്. പക്ഷെ അതിലും വലിയൊരു സങ്കടം ദേ എൻ്റെ മുന്നിൽ. കൊള്ളാല്ലേ, പെട്ടിക്കട, കളറടിച്ച പെട്ടിക്കട.